ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ മീൻകാരനെ കുറച്ച് ഞണ്ട് കൊണ്ടുവന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നൊരു വറുത്തരച്ച ഒരു ഞണ്ട് കറി ഉണ്ടാക്കാമെന്ന്. ആദ്യം തന്നെ ഞാൻ പറയാം, ഞാൻ ഭയങ്കര എക്സ്പേർട്ട് കുക്കൊന്നും അല്ല കേട്ടോ. പക്ഷേ എന്നാലും അത്യാവശ്യം ഒക്കെ കുക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ എൻ്റേതായ ശൈലിയിൽ ഞാൻ ഉണ്ടാക്കുന്നൊരു വറുത്തരച്ച ഞണ്ട് കറിയാണ് ഇന്നിവിടെ ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. ആദ്യം ഇതൊക്കെ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ്. ആദ്യം നമ്മളൊരു ചീനിച്ചട്ടി വയ്ക്കുക. ഞാൻ ആ ചീനിച്ചട്ടിയിൽ എണ്ണ കുറച്ച് തടവിയിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ടില്ല, കുറച്ച് എണ്ണ തടവിയിട്ടുണ്ടേ. അതിനുശേഷം നമ്മൾ പൊടി പൊടിയായിട്ട് തിരുമിയ തേങ്ങ അതിനകത്തേക്ക് ഇട്ട്, എനിക്ക് തേങ്ങ ഒരുപാട് കറുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഒരുവിധം മൂത്ത് കഴിഞ്ഞാൽ, ഒരു ചെറുതായിട്ടൊന്ന് തേങ്ങ ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ബാക്കി പൊടികളൊക്കെ ചേർക്കും. അമ്മയൊക്കെ ആണെങ്കിൽ തേങ്ങ നന്നായിട്ട് കറുപ്പിക്കും. പക്ഷേ എനിക്ക് കറുപ്പിക്കുന്നത് എനിക്ക് അത്ര സത്യം പറഞ്ഞാൽ പരിചയമില്ല. ചില സമയത്ത് ഞാൻ ഇങ്ങനെ തേങ്ങ കറുപ്പിച്ച് തീയിലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ചിലപ്പം തേങ്ങ കരിഞ്ഞു പോയിട്ട് ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ട് ഞാനാണെങ്കിൽ തേങ്ങ ഒരു ഇടത്തരം ഒന്ന് മൂത്തൊരു പരുവാകുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കുറച്ച് ഉലുവ, കുറച്ച് കറിവേപ്പില, കുറച്ച് കുഞ്ഞുള്ളി, അതെല്ലാം കൂടി ഇട്ടിട്ട് അത് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് ഒന്ന് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ബാക്കി പൊടികൾ ആഡ് ചെയ്യും. പൊടികളെന്ന് പറയുമ്പോൾ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഈ തേങ്ങയിൽ നമുക്ക് സ്പൈസസ് കൂടി ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ കുറച്ച് ഗരം മസാല കൂടെ പൊടി ലാസ്റ്റ് ഇങ്ങനെ കറി തിളയ്ക്കുമ്പം ചേർക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്കത് അതുകൂടെ പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് അതും കൂടെ ഈ തേങ്ങയിൽ കൂടെ വറുത്തെടുക്കാം. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഈ പൊടികളെല്ലാം നന്നായിട്ട് ഈ തേങ്ങയും എല്ലാം മൂത്തതിന് ശേഷം എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അതേ ചീനിച്ചട്ടി തന്നെ ഞാൻ വെക്കുന്നത്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടതിന് ശേഷം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെയാണ് പേസ്റ്റാക്കി വെച്ചേക്കുന്നത്. അതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് സവാളയും കുഞ്ഞുള്ളിയും ഉണ്ട്. കുഞ്ഞുള്ളിയും സവാളയും കുറച്ചേ ഉള്ളൂ. ഈ വറുത്തരച്ച കറിക്ക് ഒരുപാട് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കുഞ്ഞുള്ളിയും സവാളയും കൂടെ അതിനകത്തിട്ട് വഴറ്റിയതിന് ശേഷം അത് ഒരുവിധം ഒന്ന് വഴണ്ടതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് അടച്ചു വെച്ചു. അതെല്ലാം ഒരുവിധം ഒന്ന് കുക്കായതിന് ശേഷമാണ് ഞാൻ ഇവിടെ കാന്താരി മുളകാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കാന്താരി മുളക് എനിക്കിപ്പോൾ എൻ്റെ വീട്ടിലുണ്ട്. എപ്പോഴും കാന്താരി മുളകൊന്നും യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഉള്ളത് കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ കറികളിലും കാന്താരി മുളകാണ് ഉപയോഗിക്കുന്നത്. അത് സീസൺ കഴിയുമ്പോഴത്തേക്ക് മറ്റേ സാധാ മുളക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കുറച്ച് കാന്താരി മുളക് കൂടി ഇട്ടതിന് ശേഷം നമ്മൾ അതിനകത്ത് നമ്മുടെ ഞണ്ട്, ക്ലീനാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അത് കുറച്ച് നേരം കുക്ക് ചെയ്യാനായിട്ട് അടച്ച് വയ്ക്കുക. അപ്പം തന്നെ നമ്മുടെ ഞണ്ടിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് കുക്കായി ഒന്ന് സെറ്റായി ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ച് നമ്മൾ ഇതിനകത്തേക്ക് ഈ ഹാഫ് കുക്കായിരിക്കുന്ന ഞണ്ടിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ചിലർക്ക് നന്നായിട്ട് വെള്ളം കുറച്ച് മതിയെങ്കിൽ, കുറച്ച് ഗ്രേവി വേണമെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിക്കാം. നമ്മൾ ചൂട് വെള്ളം ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ കുറച്ച് ചൂട് വെള്ളമാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് തിളയ്ക്കാനായിട്ട് വയ്ക്കുക. കുറച്ച് കഴിഞ്ഞ് നന്നായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തൂടെ കുറച്ച് ഗരം മസാല പൊടി കൂടെ ആഡ് ചെയ്യണം. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തത് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ അതിനകത്ത് ഈ നമ്മുടെ ഞണ്ട് കറി തിളയ്ക്കുമ്പോൾ ഞാനത് കുറച്ച് ഗരം മസാല പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ വന്നിട്ടില്ലെന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ കുറച്ച് കടുക് വറുക്കുക. കടുക് വറുക്കുന്ന എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക്, കറിവേപ്പില, വറ്റൽമുളക്, കുഞ്ഞുള്ളി അരിഞ്ഞത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് നമ്മുടെ ഈ ഞണ്ട് കറിയിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഞണ്ട് കറിയും പിന്നെ കുറച്ച് പുളിശ്ശേരി ഇരിപ്പുണ്ട്, അതും പിന്നെ കുറച്ച് കപ്പ ഉണ്ടാക്കി. അതും കൂടെയാണ് ഇന്നത്തെ എൻ്റെ ഇവിടുത്തെ ഉച്ച ഊണെന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മളെപ്പോഴും ഞണ്ട് റോസ്റ്റ് ചെയ്തൊക്കെയല്ലേ കഴിക്കാറുള്ളത്. ഇടയ്ക്ക്. ഓക്കെ, ബൈ ബൈ.